പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവും അതുപോലെ തന്നെ സൂരജുമായുള്ള ബന്ധത്തെപ്പറ്റി വിശദീകരണം തരണം എന്ന് പറഞ്ഞുകൊണ്ട് സുമതി കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ്. പക്ഷേ മീനു ആകട്ടെ ഇതിന് ഇനി എനിക്ക് കാരണം ബോധിപ്പിക്കാൻ സൗകര്യമില്ല എന്ന് തുറന്നു പറയുന്നു. പക്ഷേ സൂരജാകട്ടെ താൻ പറയുന്ന കാര്യം മീനു സുമതിയോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മീനുവിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ്. ഇതിനിടയിൽ മീനുവാകട്ടെ ബഹളം വയ്ക്കുകയും ചെയ്യുന്നു. ഇത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സൂരജിനെ. ഓളിയിടല്ലേ മീനു, ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സൂരജ് വായ പൊത്തി പിടിച്ചിരിക്കുകയാണ്. ഇതോടെ ഓളിയിടാൻ പറ്റാത്ത അവസ്ഥയാകുന്നു മീനുവിന്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് ചിന്താമണി അവിടേക്ക് കയറി വന്നത് പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു. ചിന്താമണി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സൂരജേട്ടാ, എന്തിനാണ് മീനുവിനെ കയറി പിടിച്ചത് എന്ന് ചോദിക്കുകയാണ് അവൾ. ഇതോടെ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സൂരജ് മുന്നിലേക്ക് വരികയും വെറുതെ ഓരോ ആവശ്യമില്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ചിന്താമണി കരഞ്ഞു തുടങ്ങുകയാണ്. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ സൂരജ്. മാത്രവുമല്ല, നീ എന്ത് പണിയാണ് കാണിച്ചത്? നിന്നോട് ഓളിയിടരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇത് കേൾക്കുന്ന മീനുവാകട്ടെ, നിങ്ങളെന്തിനാണ് എൻ്റെ വായ കുത്തിപ്പിടിച്ചത്? അതിൻ്റെ ആവശ്യം വല്ലതുമുണ്ടോ? അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്? ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. എന്നോട് ഇതേപ്പറ്റി പരാതി പറഞ്ഞിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല, ഞാൻ പറഞ്ഞേക്കാം. ഇത് കേട്ടതിനെ തുടർന്ന് അവിടേക്ക് കയറി വന്നിരിക്കുകയാണ് സുമതി. ഇവർ തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട് മുത്തശ്ശി, ഞാനത് തെളിയിക്കുക തന്നെ ചെയ്യും. ഇവൾ ഇങ്ങനെ അമർഷം പ്രകടിപ്പിച്ചതുകൊണ്ടൊന്നും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആ തുളസിമാലയ്ക്ക് പിന്നിലെ സത്യം തെളിയുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് അപമാനമുണ്ടാവുക. ഇത് കേട്ടതിനെ തുടർന്ന് നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളുടെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ആവശ്യം എനിക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ദേഷ്യം വരുന്നത്. നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് എന്തു പറയും എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സുമതി സത്യങ്ങൾ തെളിയുക തന്നെ വേണം. നീ എത്രയൊക്കെ ഒളിച്ചു വെച്ചിട്ടും കാര്യമില്ല. എനിക്ക് ഒളിക്കാനായിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ ഒളിച്ചു വെക്കുന്നത്? എന്നാൽ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യുക തന്നെ വേണം. എന്നിട്ടാകാം നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ സുമതി പറയുന്നത് പോലെ തന്നെ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് മുത്തശ്ശി. മീനു, അതങ്ങ് ചെയ്തു കൊടുത്തേക്ക്, അല്ലെങ്കിൽ അവൾ നമുക്ക് ഇരിക്കപ്പുറത്തി തരില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ മീനു അതിന് തയ്യാറാവുകയാണ് മനസ്സില്ലാ മനസ്സോടെ. പക്ഷേ സൂരജാകട്ടെ ഇനി കാര്യങ്ങൾ എങ്ങനെ പോകും എന്ന് ആലോചിക്കുകയാണ്. ഇതോടെ സൂരജിനോട്, നിങ്ങൾ കാരണമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത്. അത് നിങ്ങൾ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എനിക്ക് ഇതിലൊന്നും തലയിടേണ്ട ആവശ്യമില്ലാത്തതാണ്. പക്ഷേ എന്തു ചെയ്യാം, കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് വേഗം ഞാൻ ഈ കാര്യം ചെയ്തു തന്നേക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും
ഇതിൻ്റെ പേരിൽ ഉണ്ടാകരുത്. പറഞ്ഞേക്കാം. ഇതോടെ ഇനി എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് സൂരജ്. ചിന്താമണിയാകട്ടെ സത്യങ്ങൾ തെളിയണമെന്നും സൂരജേട്ടൻ തെറ്റൊന്നും ചെയ്യരുത് എന്നും മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ വീണ്ടും സൂരജും മീനുവും കൂടുതൽ അടുക്കുകയാണ്. സുമിത ചിന്താമണിയുടെ അമ്മയുടെ ഈ പ്രവർത്തികളെ തുടർന്ന് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.